അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചൂടും നമ്മുടെ ചുറ്റുപാടും എന്നുള്ള ഒരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടുകാലമൊക്കെ നന്നായിട്ട് ആരംഭിച്ചു. ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചൂടായി. രാവിലെ 8 മണിക്ക് വെയിൽ നന്നായിട്ട് ചൂടുള്ള വെയിൽ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ചൂടിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, അപ്പം നമ്മൾ ഈ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ധാരാളം വെള്ളം കുടിക്കുക, യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നന്നായിട്ട് വെള്ളം അവരോടും പറയുക, ടീച്ചേഴ്സിനോടും പറയുക, നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞവരെ വിടുക. ഇല്ലെങ്കിൽ നമുക്കറിയാം യൂറിനറി ഇൻഫെക്ഷൻ വരും, അതുപോലെ മൊത്തത്തിൽപ്പഴുപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം നമ്മൾ മെഡിസിൻ എടുക്കുന്നതിലും നല്ലതാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഈ വെള്ളക്കുടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ടങ്ങ് നീങ്ങും. അതുപോലെ തന്നെ ഈ വെള്ളം കുടിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിനൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധാരാളം അവർ സാധാരണ ആളുകളിലും കൂടുതൽ വെള്ളം കുടിക്കണം. അപ്പം 20 കിലോ ഉള്ള ഒരു കുട്ടി 1 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും ആ 20 കിലോ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ്. അപ്പോൾ 60 കിലോ ഉള്ള ആളാണ് 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. ചൂടായതുകൊണ്ട് ഒരു 3.5 ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ നമ്മൾ കുടിക്കുക, അങ്ങനെ വെള്ളം കുടിക്കുക. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം നമ്മൾ വെള്ളവും ഫ്രൂട്ട്സും അടങ്ങുന്ന സലാഡ്, അതായത് സലാഡ് വെള്ളരി, പപ്പായ, പൈനാപ്പിൾ, വാട്ടർമെലൻ പോലെയുള്ള ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് നമ്മളൊരു ജ്യൂസ് പോലെ ഉള്ള ഒരു കണ്ടൻ്റുള്ള ഇതാണ് ഇതെല്ലാം. അപ്പം നമ്മൾ അത് കഴിച്ചാലും ഒരു നേരം ഫില്ലാകും നമ്മുടെ വയറ്. അപ്പം നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമാണ്. നമുക്കൊരു നേരത്തെ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കുകയും ചെയ്യാം, നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നെങ്കിലും അളവിൽ കൂടുതൽ. ഞാനൊരു മധുരപ്രേമിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അതിലൊക്കെ പഞ്ചസാര ഒരുപാട് വാരിയിട്ട് നമ്മൾ കലക്കുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ഒരു വശം കൊണ്ട് ദോഷകരമായിട്ടേ വരികയുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ ചൂട് കാലത്ത് ഒരുപാട് എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക. കാരണം ചൂടുള്ള സമയത്ത് നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് ദോഷമല്ലാതെ ഒന്നുമില്ല. അതേസമയം നമുക്ക് കൊതി വരുമ്പോൾ 1-2 കഴിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ കൂടുതലും വെള്ളത്തിന് ആയിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സ്നാക്സ് ഐറ്റംസൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നതിന് പകരം കുറച്ച് ഫ്രൂട്ട്സ് ആയാൽ അത്രയേറെ നല്ലത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഒരുപാട് നമ്മൾ കുടിക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ വെള്ളം പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും ഈ ഫ്രിഡ്ജിലെ വെള്ളം കുടിച്ച് വരുമ്പം നമ്മുടെ അകത്തുള്ള ക്ലൈമറ്റിൻ്റെ ചൂട് വേറെയും പുറത്തുനിന്ന് കയറി വരുന്നത് വേറെയുമാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേഗം തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് ത്രോട്ട് ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക, ഒരുപാട് തണുത്ത വെള്ളങ്ങളൊക്കെ കുടിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പുറത്തോട്ടിറങ്ങിയാലും അകത്തിരുന്നാലും സൺസ്ക്രീൻ ഉപയോഗിക്കുക തന്നെ വേണം. കാരണം ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതും നമ്മുടെ സ്കിന്നിനും നമ്മളൊരു കെയർ കൊടുക്കേണ്ടതാണ്. അപ്പം ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ അകത്തിരുന്നാലും പുറത്തിരുന്നാലും ഉറപ്പായിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ കുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെളിയിലൊക്കെ പോയി തുണി എടുക്കുന്നവർ തലയിൽ എന്തെങ്കിലും ഒരു തോർത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടേ പോകാമുള്ളൂ, ചൂടധികം ഏൽക്കുന്ന അവസ്ഥ കുറയാനായിട്ട്. അതിപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവരുടെ ബോഡിക്ക് മസ്റ്റായിട്ട് അറിയാം. എങ്കിലും നമ്മളായാലും അത് 2 ദിവസമൊക്കെ അടുപ്പിച്ച് വെയിൽ കൊണ്ട് കഴിയുമ്പം, ഞാനൊരു സ്കിന്നൊക്കെ ഇച്ചിരി അലർജിയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം 2 ദിവസമൊക്കെ ഞാൻ വെളിയിൽ തുണിയെടുക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ചെറിയ മണൽത്തരി വാരി ഇട്ടതുപോലെയുള്ള ചെറിയ കുരുക്കൾ, ആ സൺസ്ക്രീനൊക്കെ തേച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ട് വങ്ങിപ്പോകുന്നത് കാണാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചുറ്റുപാടുള്ള ഇത്. ചുറ്റുപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു വാർത്തയാണ്. കോതമംഗലത്തെ ഒരു വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് ഒരു രാജവെമ്പാലനെ പിടിച്ച് ഫോറസ്റ്റുകാർ അതിനെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കാണുമ്പോൾ തന്നെ അതിഭയാനകമായൊരു പാമ്പ്. സത്യത്തിൽ എനിക്ക് ഉള്ളിലൊരു ഭയം തോന്നിയതിനെ കണ്ടപ്പോൾ. അപ്പം നമ്മൾ രാത്രിയെന്നില്ല പകലെന്നില്ല എപ്പോഴായാലും ശ്രദ്ധിക്കുക. രാത്രിയിലൊക്കെ വെളിയിൽ ഇറങ്ങുന്നവർ മസ്റ്റായിട്ടും ഒരു ലൈറ്റില്ലാതെ അല്ലെങ്കിൽ ഒരു ടോർച്ചോ അങ്ങനെ എന്തെങ്കിലും വെട്ടമുള്ളത് കൊണ്ടുപോയി മാത്രം വെളിയിൽ ഇറങ്ങുക.
ഇപ്പം നമ്മൾ വീട്ടിൽ വേണ്ടാതെ വെച്ചിരിക്കുന്ന ചാക്കുകെട്ട് എന്തെങ്കിലുമൊക്കെ വെളിയിൽ കാണും. അതെടുക്കുമ്പോൾ ഇപ്പോൾ വെളിയിൽ ഇഷ്ടിക പഴയതൊക്കെ കൂട്ടിയിട്ടുണ്ട്, അതെടുക്കുമ്പോൾ ഈവൻ ചെടിച്ചട്ടി പോലും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം അതെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഇതൊക്കെ കയറി ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. പിന്നീട് അതിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതിലും നല്ലത് നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ അങ്ങ് നീങ്ങുന്നതായിരിക്കും. അപ്പം നമ്മൾ കേട്ട പോലെ തന്നെ ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വെള്ളം കുടി ആയിക്കോട്ടെ, ഇതുപോലെ പുറത്തിറങ്ങുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു അപകടത്തിലേക്ക് ചെന്നുപെടാതെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ കമൻ്റ് ഇട്ടും തരിക. അപ്പം നമ്മളെ അടുത്ത വീഡിയോയും അടുത്ത പുതിയ സബ്ജക്റ്റുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.